ഗൈസ്, വെൽക്കം ടു മലയാളീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ അക്കൈ പത്മശാലിയുടെ ഞാൻ വളർന്ന നാളുകൾ എന്ന കഥയുടെ അവസാന ഭാഗമായിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നല്ല കഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഥയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഏതാണ്? വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അക്കയുടെ അടുത്ത് വാടകയ്ക്ക് വരുന്നതോട് കൂടിയിട്ട് അവരുടെ പുതിയൊരു കഥ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ അക്കയുടെ ഒരു ഫ്രണ്ടായിട്ട് മാറുകയാണ് വേണുഗോപാൽ. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് അതൊരു പ്രണയത്തിലേക്ക് എത്തി. കാരണം അക്കയെ സംബന്ധിച്ച് അവളുടെ വിഷമങ്ങളൊക്കെ തുറന്ന് പങ്കുവെക്കാനും എല്ലാ കാര്യങ്ങളും പറയാനും പറ്റിയ ഒരാളായിരുന്നു വേണു എന്ന് പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം രണ്ട് വീട്ടുകാർക്കും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അക്കയുടെ വീട്ടുകാർക്കും ഇഷ്ടമല്ല, വേണുവിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. അവർ നന്നായി തന്നെ അത് എതിർത്തു. ഒരിക്കൽ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ ഈ വീട്ടുകാർ കൈയോടെ പിടികൂടി. അങ്ങനെ അക്കൈ വേണുവിനെ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. വേണുവിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷെ അക്കയ്ക്ക് അറിയാം അവൾക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവില്ല എന്ന്. അതുകൊണ്ട് തന്നെ അക്കൈ വേണുവിനെ നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് എത്തിച്ചു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വേണുഗോപാൽ തൻ്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു. അക്കൈയാണ് എൻ്റെ ആദ്യ ഭാര്യ എന്നടക്കം പറഞ്ഞു. പക്ഷെ എല്ലാം സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു. ആര്? വേണുഗോപാലിൻ്റെ ഭാര്യ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം വലിയ പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോയി. അക്കൈ ഒരു ബാംഗ്ലൂർ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാവരും അവളെ കളിയാക്കുമായിരുന്നു. ആ സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് ചന്ദ്രമതി എന്ന് പറഞ്ഞ ടീച്ചർ. കാരണം ടീച്ചർക്ക് ഒരു മകനും ഇതേപോലെ തന്നെ ആയതുകൊണ്ടാണ് ടീച്ചർ ഇവനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഇവൻ്റെ അനിയൻ്റെ, അതായത് അക്കയുടെ അനിയൻ്റെ കൂട്ടുകാരും കളിയാക്കാൻ തുടങ്ങി. അതായത് പെണ്ണാണെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അനിയൻ വന്ന് ചോദിക്കുകയാണ്, ഏട്ടനെ പോലെ നടന്നുകൂടെ, ആണിനെ പോലെ നടന്നുകൂടെ ചോദിച്ചപ്പോൾ അക്കൈ എല്ലാ കാര്യങ്ങളും അനിയനോട് തുറന്ന് പറയുകയാണ്. അത് കേട്ടതോട് കൂടിയിട്ട് അനിയന് വല്ലാത്ത സങ്കടമായി. പിന്നീട് അക്കയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അനിയനായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിനിടയിൽ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അമ്മ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് ദുരിതത്തിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. അക്കയും എന്ത് ചെയ്തു? ഒരു ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. 2 സ്ഥലങ്ങളിൽ വീട്ടുജോലി ചെയ്ത് അതിൻ്റെ ഇടയിൽ പഠനവും കൊണ്ടുപോയി നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാർക്കാണെങ്കിൽ അക്കൈ ജോലി ചെയ്യുന്ന കാര്യം അറിയില്ലായിരുന്നു. പിന്നീട് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കൈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെങ്കിലും തോൽക്കുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും പരീക്ഷ എഴുതിയെങ്കിലും ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അക്കൈക്ക് പിന്നീട് ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടി, ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ. അവിടെ തുണികൾ ഇസ്തിരി ഇടുന്ന ജോലിയായിരുന്നു. അവിടെ 2 ശുചിമുറികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. പെണ്ണുങ്ങളെ ശുചിമുറിയിൽ കയറാൻ പറ്റില്ല. ആണുങ്ങളുടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ. അത് കാരണം കൊണ്ട് അക്കൈ മൂത്രം ഒഴിക്കാതെയൊക്കെ കുറേ നേരമൊക്കെ പിടിച്ച് നിൽക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. അതിനിടയിൽ അച്ഛനൊരു ട്രെയിനിങ് സെൻറ്റർ കണ്ടെത്തി, RTTC എന്ന് പറഞ്ഞ ട്രെയിനിങ് സെൻറ്റർ. കാരണം അച്ഛനെ സംബന്ധിച്ച് അക്കൈ ഒരു നല്ല എഞ്ചിനീയർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അക്കൈ അവിടെ പഠനത്തിന് വേണ്ടി പോയി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. സാധാരണ പോലെ തന്നെ നിരവധി കളിയാക്കലുകൾ അക്കൈക്ക് അവിടെയും നേരിടേണ്ടി വന്നു. അവളെ ഒരു പെൺകുട്ടിയാണെന്നുള്ള നിലയിൽ തന്നെ മോശമായ രീതിയിലൊക്കെ ഒരുപാട് പേര് ഉപദ്രവിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവളെ മോശം പേരുകൾ വിളിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി, ഒരു ക്രൂരകൃത്യം എന്ന് തന്നെ പറയാം. അതായത് അവളുടെ ആ ഒരു അവൾ പഠിച്ചിരുന്ന സ്ഥലത്ത് കുറച്ച് പേര് ചേർന്നിട്ട് അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ശുചിമുറിയിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു 5-6 പേര് ചേർന്ന് ക്രൂര ബലാത്സംഗത്തിന് ഇടയാക്കി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മുഴുവനൊന്നും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല. അത്രയും മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2012 നിർഭയ അനുഭവിച്ച അതേ ക്രൂരതകൾ അക്കൈക്ക് നേരിടേണ്ടി വന്നു. 5 പേർ ചേർന്നുള്ള ക്രൂര ബലാത്സംഗം, 20 ദണ്ഡ് അടക്കം കുത്തിക്കയറ്റിയ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ചോരയിൽ കുളിച്ച് അവശയായി അവൾ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേർന്നു. തൻ്റെ അവസ്ഥ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു, നീ ഒരാണായി നടന്നിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ വരില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ എന്തും സംഭവിക്കാം എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു പുരുഷത്വ മനോഭാവം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ അതിനുശേഷം അവൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു അയൽക്കാരനുണ്ടായിരുന്നു. ആൾക്ക് അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ച് ആൾക്കൊരു വാത്സല്യം ഇവളോടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൾക്ക് വീട്ടിൽ പോകാനുള്ള ഒരു 50 രൂപ മാത്രമാണ് അവൾ ചോദിച്ചത്. ചോദിച്ച പോലെ തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ചോരയുടെ നനവ് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, നിൻ്റെ ഷർട്ടൊക്കെ എന്താ അങ്ങനെ കീറിയിരിക്കുന്നത്, എന്താ ചോരയാണോ പറ്റിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അത് കുങ്കുമമായതാണെന്ന് പറയാണ്. അന്ന് രാത്രി അവൾ വേദന കൊണ്ട് ഉറക്ക കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അത്രയും സങ്കടം അവൾ സഹിക്കുക. അതിനോടൊപ്പം തന്നെ ആ ഒരു ബലാത്സംഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അവളുടെ ശാരീരിക അവസ്ഥ, അവൾക്കാണെങ്കിൽ ഒരു ആളോട് പോലും ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ സഹിച്ച് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി കുറച്ച് ദിവസം. അങ്ങനെ ട്രെയിൻ ക്യാമ്പിൽ വീണ്ടും പോവാറായി. അങ്ങനെ ആ വലിയ പ്രശ്നത്തിന് ശേഷം അവൾ ആ പഠനം ഉപേക്ഷിക്കുകയാണ്.
അവളുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യത്തിൽ ഇവൾക്ക് റാം സെറാമിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി കിട്ടി. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോലി കിട്ടിയത്. 1500 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ജോലിയൊക്കെ മുന്നോട്ട് പോയി. അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടു. അതിൻ്റെ കാരണം അവിടെ ജോലി കിട്ടിയതുകൊണ്ടാണ്. പിന്നീട് അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ടായി. കളിയാക്കലുകളൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. ചിലർക്ക് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയണം. അങ്ങനെ അവിടെയും അവളുടെ താല്പര്യമില്ലാണ്ട്, അവളുടെ സമ്മതമില്ലാണ്ട് ഒരുപാട് പീഡനങ്ങൾ അവിടെയും നടന്നു, പ്രത്യേകിച്ച് സഹപ്രവർത്തകർക്കിടയിൽ. അങ്ങനെ അവൾ അവിടെ നിന്നും പോരുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളെ അവൾ കണ്ടെത്താണ്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ. അങ്ങനെ അവരുടെ കൂടെ കൂടിയിട്ട് അവൾ ആ ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിലേക്ക് പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇന്നിപ്പോൾ അക്കൈ പത്മശാലി എന്ന് പറയുന്ന ഒരു സജീവ പ്രവർത്തകയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ആ ഒരു കഥാപാത്രം, അത് നമ്മുടെ അക്കൈ പത്മശാലി എന്ന കഥാപാത്രം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. കാരണം ഒരു സ്ത്രീ അനുഭവിച്ച വിഷമങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് മുഴുവനായിട്ട്. അപ്പോൾ അവസാനം അവൾ എത്തിച്ചേർന്നു, അവളുടെ ജീവിതത്തിലേക്ക് തന്നെ അവൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിൽ കുറച്ച് ടച്ചിങ് ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ നിങ്ങളായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.